ഇന്ന് ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ കൂന്തൽ ഞാനിതാ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം നമ്മുടെ വൃത്തിയാക്കി വെച്ച കൂന്തൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂന്തൽ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് തിള വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.